വയനാട് പുനരധിവാസത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ കിണഞ്ഞു പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ട് അവിടെ നിന്ന് ഒരു സമരം പൊട്ടിപ്പുറപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടില്ലേ? നിഷ്കളങ്കമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. കേരളത്തിൽ രാഷ്ട്രീയ അധികാരം പിടിക്കാൻ കോൺഗ്രസും ലീഗും ചെയ്ത മറ്റൊരു നെറികെട്ട പ്രവർത്തനം, സാധാരണക്കാരായ മനുഷ്യരെ വീട് വീടാന്തരം കയറിയിറങ്ങി തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി അവർ ദുരന്ത ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന നെറികേട് കാണണേ. ചില രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലീഗിനെ കൊണ്ട് കോൺഗ്രസ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന പ്രവർത്തനമാണെന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. അതവിടെ നിൽക്കട്ടെ. പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു. വലിയ തോതിലുള്ള സ്വീകാര്യത കിട്ടി. കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയ കുതിച്ചുചാട്ടമുണ്ടാകുന്നു. സർക്കാരിന് വലിയ ജനപ്രീതി ഉണ്ടായ ഇടപെടൽ. തൊട്ടു പിന്നാലെ വയനാടിന് വേണ്ടി LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇന്നും നാളെയും നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരം. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നടത്തിയ അവഗണനയ്ക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അരങ്ങേറുകയാണ്. സ്വാഭാവികമായിട്ടും ദുരിതബാധിതർക്ക് വേണ്ടി അങ്ങ് പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുന്നിൽ തന്നെ പോയി സമരം ചെയ്യുന്നൊരവസ്ഥ. ഇതൊന്നും നമുക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉടനടി കുളം കലക്കി അവരെ പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. അതെന്തുകൊണ്ടെന്നാൽ ഈ ഒരു പ്രതികരണം കേട്ടെ. ഇപ്പോൾ വന്ന ലിസ്റ്റ് എന്താ വെച്ചാൽ, വന്ന ലിസ്റ്റ് അവിടെ ഫുൾ വാഷ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർക്കാണ്, മൊത്തം പോയ ആൾക്കാർക്ക് വന്നില്ല. അതെന്തായാലും കിട്ടുന്നത് നമുക്കറിയാം. കാര്യം ഇനി വരാനുള്ള ലിസ്റ്റാണ് ആൾക്കാർക്ക് എനിക്ക് വീടുണ്ടോ അല്ലെങ്കിൽ വീടില്ലേ എന്നുള്ളത് എനിക്ക് ഭയങ്കര ആകാംക്ഷയോടെ കാത്തിക്കുന്നത്. അത് നിർബന്ധമായിട്ട് ആ ലിസ്റ്റ് വിടുക. 2 കടങ്ങൾ എഴുത്തുള്ള ഇപ്പോൾ ബാങ്കുകളിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിൽ ഒന്ന് സർക്കാരുകൾ ഇടപെടണം. ഏതോ ഒരു ലീഗ് നേതാവിൻ്റെ പ്രതികരണമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാര്യം മേപ്പാടി പഞ്ചായത്ത് ഉൾപ്പെടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. MLA ടി സിദ്ദിഖ്, വയനാട് MP പ്രിയങ്ക ഗാന്ധി, എല്ലാം കോൺഗ്രസുമായി നല്ല ടൈപ്പ്, ലീഗിനും സ്വാധീനം. അവിടെ നിന്നുകൊണ്ട് അയാൾ പറഞ്ഞ വാചകമാണ്, ആദ്യ ലിസ്റ്റ് പുറത്തിറങ്ങി മൊത്തം ഒഴുകിപ്പോയവരുടെ പേരാണ് അതിലുള്ളത്, 2ാമത്തെ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള ആശങ്കയുണ്ട് എന്ന തരത്തിലൊക്കെ പറയുമ്പോൾ പുറത്തിറങ്ങിയതിന് വേണ്ടി സമരം ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഇതെല്ലാം അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്നവർ കോൺഗ്രസ്സുകാരാണ്, ലീഗുകാരാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ന്യായമായിട്ടുള്ള അവരുടെ അവകാശങ്ങളെ ഒരു സുപ്രഭാതത്തിൽ മാന്ത്രിക വടിയെടുത്ത് കറക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ല. ഏറ്റെടുക്കുന്ന പ്രദേശത്തിൽ തൊട്ട് ടൗൺഷിപ്പ് പൂർത്തീകരിക്കുന്ന കാര്യങ്ങൾ വരെ അതൊരു വലിയ ദൗത്യമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ടൗൺഷിപ്പ് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇമാതിരി രാഷ്ട്രീയം കളിക്കുന്നത് ഊളത്തരമല്ലേ? അതിൽ രാഷ്ട്രീയം കലർത്തിയെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു പ്രതികരണമാണ് ഇന്നിപ്പോൾ സതീശൻ കൂടി നടത്തിയിരിക്കുന്നത്. സ്ഥലം ഇതുവരെ എടുത്തിട്ട് പോലും 7 മാസമായി. ഇത്തരം സ്ലോവായി മന്ദഗതിയിൽ ഇല്ല, അനങ്ങാതെ കിടക്കാൻ സ്വാഭാവികമായും അവിടെ ഈ ഇരകളായ ആളുകൾ സമരം ചെയ്യും. അവർക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും. അവിടുത്തെ MLA കൂടിയായ അഡ്വക്കേറ്റ് സിദ്ദിഖ് MLA നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ നടക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്തേക്കും വ്യാപിപ്പിക്കും. ഞങ്ങൾ ആ സമരത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കും. ചേർത്ത് വായിക്കൂ. സ്വാഭാവികമായിട്ടും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 7 മാസമായി. 7 മാസത്തിൽ 2 മാസത്തോളം എടുത്തു തിരച്ചിലെല്ലാം കഴിഞ്ഞ് ഇവരെ പലയിടങ്ങളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പുനരധിവസിപ്പിക്കാൻ. അതിനുശേഷം വാടക കൊടുത്തു. ദൈനംദിനം വീട്ടിലെ 2 പേർക്ക് 300 രൂപ വെച്ച് ചെലവിന് കൊടുത്തു. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുമെന്നുള്ള ഉറപ്പ് നൽകി. പോക്കറ്റ് മണിയായിട്ട് എന്തിനു പറയുന്നു, 10,000 രൂപ വരെ നൽകിയ സർക്കാർ. അങ്ങനെ ചെയ്തതിന് ശേഷം ടൗൺഷിപ്പിന് വേണ്ടി സ്ഥലമേറ്റെടുക്കൽ അന്തിമഘട്ടത്തിലാണ്. അവിടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ മാർച്ച് അവസാനത്തോടുകൂടി തീരുമാനിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയും സർക്കാരിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന പിന്തുണ അല്ലെങ്കിൽ മറ്റ് പലയിടങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് വല്ലാത്ത തോതിൽ ഞങ്ങളുടെ അധികാരം തട്ടി അകറ്റുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള വൃത്തികേടുകൾ കാണിച്ചിരിക്കുന്നത്. ഒരു കാര്യം, സമരം ചെയ്യുന്നവർ രാഷ്ട്രീയമായിട്ടുള്ള നീക്കം നടത്തുകയാണെങ്കിൽ ഈ സമൂഹം ഒന്നടങ്കം നിങ്ങളോട് ഒറ്റ മനസ്സാലെ നിലകൊള്ളുന്നവരാണ്. അതിൽ ആര് രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാലും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. കാരണം നിങ്ങളുടെ രാഷ്ട്രീയമല്ല, നിങ്ങളെന്ന എല്ലാം നശിച്ച മനുഷ്യരെയാണ് ഈ നാട് ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയത്. അത് നിങ്ങൾ രാഷ്ട്രീയം കലർത്താൻ വേണ്ടി ആരുടെയെങ്കിലുമൊക്കെ
പ്രേരണ മുഖേന ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സമൂഹം ഒന്നടങ്കം അതിൽ വീഴ്ച വരുത്തിയാൽ ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അവിടെ പൊടുന്നനെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രതികരിക്കാൻ ഇറങ്ങുമ്പോൾ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തരം പിന്തുണയും റദ്ദാക്കാൻ മാത്രമേ അവസരമുണ്ടാകുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ചിലർക്ക് രാഷ്ട്രീയം കലർത്താൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ബലിയാടായി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി ഒരു സഹായവും കിട്ടില്ലെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാക്കി നിങ്ങളെ പുനരധിവസിപ്പിക്കുമെന്നുള്ള ദൃഢമായ വാക്കുകൾ പറഞ്ഞതിന് ശേഷം അതിനുവേണ്ടി അശ്രാന്തം പ്രയത്നിക്കുന്നുണ്ട്. ഗ്യാലറിയിലിരുന്ന് കളി കാണുന്നവർ ചില ഉദ്ദേശശുദ്ധിയോടുകൂടി നിങ്ങളെ ഇളക്കി വിടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇളകിപ്പോയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഈ നാടിൻ്റെ ഒന്നാകെയുള്ള മാനസിക പിന്തുണയാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങളെന്ന സകലതും നഷ്ടപ്പെട്ട മനുഷ്യരെ തിരിച്ച് ഈ ഭൂമിയുടെ ഭാഗമായി ഒറ്റപ്പെടുത്തുകയല്ല, നിങ്ങളെ സുരക്ഷിതരാക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് നേരെയാണ് ഇപ്പോൾ ചില കോണുകളിൽ നിന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്മാതിരി നെറുകേട് കാട്ടാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്ത് വിഷയത്തിലും പരിഹാരമില്ലാതില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്ദർഭം തൊട്ട് നിങ്ങളെ പുനരധിവസിപ്പിക്കുന്ന സമയം വരെ നിങ്ങളുടെ ഒപ്പം എല്ലാ കാര്യത്തിലും നിന്നവരെയാണ് ചില താല്പര്യങ്ങൾക്ക് നിങ്ങൾ വഴിപ്പെട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനമെന്ന് സാധാരണക്കാരായിട്ടുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകും. അതുകൊണ്ട് ചിലരുടെ രാഷ്ട്രീയ ചട്ടുകത്തിന് വേണ്ടി നിങ്ങൾ നിന്നുകൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഇതുവരെ പണം അനുവദിക്കാത്തതിനെ സംബന്ധിച്ച് ഒരക്ഷരം പാർലമെൻറ്റിൽ ഉരിയാടിയിട്ടില്ല. നിങ്ങളുടെ MLA അതിനെ സംബന്ധിച്ച് എന്ത് പ്രവർത്തനമാണ് ഡൽഹി പോയെങ്കിലും ഏകോപിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ലോക്സഭാ MP-മാർ 19 പേരും കോൺഗ്രസ്സാണ്. അവിടെ അവർക്കൊന്നും ചെയ്യണ്ട. പക്ഷേ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനം രാഷ്ട്രീയമാണ്. അത് രണ്ട് പ്രതികരണങ്ങളിൽ, അത് സതീശൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അത് വയനാടത്തേക്ക് ഞങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ എടുത്ത് ഉയർത്തിക്കാട്ടി രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ശേഷിയുണ്ടെന്ന് മാത്രമേ പറഞ്ഞു വയ്ക്കാനുള്ളൂ.